ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ മിനി മുതലുള്ള വീഡിയോസിൽ അത് ഓവർ ലെങ്ത് ഒന്നും ഉണ്ടാകത്തില്ല. അതായത് ഞാൻ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചെയ്യുന്ന റെഡി, അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു 15 മിനിറ്റ് വീഡിയോസ് അങ്ങനെ ഓരോരോ പാർട്ടായിട്ടാണ് ഇനി ഇടാൻ പോകുന്നത്. അത് എത്രയെടുത്ത് ഞാൻ നല്ലതാണ് മനസ്സിലാക്കി. ഓക്കെ, ഇപ്പോൾ ആദ്യമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലേക്ക് ആദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ലോജിക്ക് സെറ്റാക്കാനുണ്ട്. അതായത് ഇത് ഫുള്ള് സ്റ്റാറാണ് ആദ്യം വിചാരിക്കുക. അതായത് സ്റ്റാർ പാറ്റേൺ ആയിട്ടുള്ള ആ പാറ്റേൺ എന്നാണ് ആ പാറ്റേൺ ഞാനൊന്ന് കാണിച്ചു തന്നെ. ഓക്കെ, ആ ഒരു പാറ്റേൺ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇനി ഒന്ന് എൻ്റെ പെയിൻറ്റിങ്സിൽ ഞാൻ അത് പേസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നേക്കാം. നമ്മൾക്ക് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ഈ ഒരു പാറ്റേൺ. അതിനകത്ത് ഈ ഒരു പാറ്റേൺ പ്രിൻ്റ് ചെയ്യുന്ന ലോജിക്കാണ് സെറ്റാക്കേണ്ടത്. ഇതെങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുന്ന ലോജിക്ക് സെറ്റാക്കുക എന്ന് വെച്ചാൽ, അതായത് ഈ ഓരോ റോസ് ആയിട്ടാണ് അതിനെ പ്രിൻ്റ്. അതായത് ആദ്യം ഒരു ലൂപ്പ് ഞാൻ കൊടുക്കും. അതിൽ ഈ ഒരു റോ പ്രിൻ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ കൊടുക്കുക. അതായത് എത്ര റോസ് പ്രിൻ്റ് ചെയ്യണം എന്നുള്ള കണ്ടീഷൻ. അതായത് ഇടുക 4, 1, 2, 3, 4 റോസ് അല്ലേയുള്ള റോസ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു കോളം. അത് ഞാൻ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രിൻ്റ് ചെയ്യാനുള്ളൊരു റോസ് പ്രിൻ്റ് ചെയ്യാൻ ഒരു ഫോർ ലൂപ്പ് ഞാൻ കൊടുക്കും. പിന്നെ ഈ ഒരു കോളം പ്രിൻ്റ് ചെയ്യാനും ഒരു ഫോർ ലൂപ്പ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഇവിടെ നോക്കേണ്ട കാര്യം, ഫസ്റ്റ് റോയിൽ ഒരു സ്റ്റാറാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്, സെക്കൻഡ് റോയിൽ 2 സ്റ്റാർ, തേർഡ് റോയിൽ 3 സ്റ്റാർ, ഫോർത്ത് റോയിൽ 4 സ്റ്റാർ. അതായത് അതിൻ്റെ എണ്ണത്തെ അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ സ്റ്റാറിൻ്റെ എണ്ണവും വരുന്നത്. ഓക്കെ, സ്റ്റാറിൻ്റെ ഇതും വരുന്ന ഈ ഒരു കണ്ടീഷൻ ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് മീൻസ് വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു ഫോർ ലൂപ്പ് അതിൽ തുറക്കണം. ആ റോസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ അസൈൻ 4 ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുക മാത്രമേ ഉള്ളൂ. റോസ് പ്രിൻ്റ് ചെയ്യാൻ അഡീഷണൽ ഇവിടെ കൊടുത്ത് ഇനി കോളം പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേരിട്ട് ഞാൻ തുറക്കുന്നുണ്ട്. ചേർ അസൈൻ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഐൻ്റെ I1 ആയിരിക്കും 1, I2 ആയിരിക്കും 2, I3 ആയിരിക്കും 3. അതുപോലെ സ്റ്റാർ കൂടെ ഉണ്ടാകും. I J പ്ലസ് പ്ലസ്. ഇനി പ്രിൻ്റ് സ്റ്റാർ സ്പേസ് നോക്കുന്നില്ല. ഇവിടെ ഞാൻ ഫോർ ലൂപ്പ് ബ്രാക്കറ്റ് ഇടുന്നതായിരിക്കാൻ കാരണം എനിക്ക് അതിൻ്റെ ഉള്ളിൽ ഒറ്റൊരു വരി മാത്രമേ എഴുതാറുള്ളൂ, ഒരു പ്രിൻ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇത്. ഇപ്പം നമ്മൾ റൺ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റൈറ്റ് ആയിട്ടുള്ള സാധനമായിരിക്കത്തില്ല. അതെന്തോന്നാന്ന് വെച്ചാൽ, ഈ ഒരു ലൂപ്പ് വർക്കായി കഴിഞ്ഞിട്ട്, അതായത് ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്റ്റാർ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യാം. അതുകൊണ്ടാണ് ഇവിടെ ഒരു എറർ കാണിക്കുന്നത്. പ്രിൻ്റ് എഫിൻ്റെ അകത്ത് ഒരു സ്ലാഷ് കൂടി വെക്കുക. ഓക്കെ, ഇപ്പോൾ സ്റ്റാർ കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണില്ല. 1, 2, 3, 4. ഇത് 0 തൊട്ടോടെ വെച്ച് തുടങ്ങുന്നതാണ്. ഇവിടെ ഈക്വൽ ടുവിൻ്റെ ആവശ്യമില്ല. അതുപോലെ ഇവിടെ 0 തൊട്ട് തുടങ്ങുന്നതാണ്. ഇതും ആവശ്യമില്ല. അത് നിങ്ങൾ കൊടുക്കുന്ന പോലെ നമ്മൾ വെച്ചിട്ട് ചെയ്യാറ്. അപ്പോൾ ഇപ്പം നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു ലോജിക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് 50, 45, 40, 30, 35, 30, 20, 25, 5,
5 വെച്ച് കുറഞ്ഞു വന്നു. അതായത് ഈ ഒരു ഉള്ളിലത്തെ ലൂപ്പ് ഒരു തവണ വർക്ക് ചെയ്താൽ 5 വെച്ചിട്ട് കുറഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ലൂപ്പ്, അതായത് ഉള്ളിലത്തെ ലൂപ്പ് ഇതാണ്ട, ഇതൊരു കോളം കഴിയുന്നതിന് 5 വെച്ച് കുറഞ്ഞു പോകുന്നുണ്ട്. ഒരു തവണ ഈ ഇത് വർക്കായാൽ 5 വെച്ച് കുറഞ്ഞു പോകും. അതിന് നമുക്കൊരു കണ്ടീഷൻ കൊടുക്കണം. അതിനായി ഇതിലൊരു വേരിയബിൾ അസൈൻ ചെയ്യുന്നുണ്ട്. st_assign 50. ഇനി അതിലൂടെ printf കൊടുക്കും. printf %d, st ഇത് കൊടുത്താൽ ഇപ്പോൾ എന്താ പ്രിൻ്റ് ആയതെന്ന് വെച്ചാൽ ഫുള്ള് 50 മാർക്ക് പ്രിൻ്റ് ഉണ്ടാകും. 50 പ്രിൻ്റ് ആയി. ഇനി ഈ ഒരു തവണ ഈ ലൂപ്പ് വർക്കാൽ 5 വെച്ച് കുറഞ്ഞു പോകുന്ന വിധത്തിൽ നമുക്ക് ഈ ലൂപ്പ് സെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ചെയ്യുന്ന ബ്രാക്കറ്റ് വെക്കണം. കാരണം ഒരു കണ്ടി ഒരു വരില്ല. st -5 ഈ കണ്ടീഷൻ കൊടുത്താൽ നമുക്ക് വേണ്ടത് കിട്ടും. ഓക്കെ, ഇനി ഇങ്ങനെ കൊടുക്കുന്നതിന് പകരം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നലെ ലാസ്റ്റ് വീഡിയോയിൽ ഡാറ്റ ഡെവലപ്മെൻറ്റ് ബേസിക് വീഡിയോയിൽ ഫസ്റ്റത്തെ ഏരിയയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ കൊടുത്താൽ മതി. ഓക്കെ, വർക്കിംഗ് ആണ്. പിന്നെ ഈ ഒരു st അസൈൻ ചെയ്യാണ്ട് ഇത് നമ്പർ ഓഫ് റോസ് മാറ്റിയിട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അതായത് എല്ലാം ജനറലായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഇക്വേഷൻ കൊടുത്താൽ ജനറലായിട്ട് ഇത് മാറ്റാൻ പറ്റും. അത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഇട്ടുള്ളൂ. ഈ ഒരു വീഡിയോ ഇപ്പോൾ 6 മിനിറ്റിലേക്ക് 7 മിനിറ്റിലേക്ക് എത്തിയിട്ടുള്ള ഒരു ചെറിയ ക്വസ്റ്റ്യനും കൂടി ചെയ്യാൻ പറ്റും. എന്നും സെറ്റൊക്കെ ആദ്യത്തെ പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് നോക്കിയോ. ചെറിയൊരു വെയിറ്റാണ് ഇപ്പം ചെയ്യാൻ പറ്റുക. ഇത് ബേസ്ഡ് തന്നെ നമുക്കിപ്പോൾ ഇതൊന്ന് ചെയ്യാം. ഇത് നമുക്ക് ഇതേ സാധനം തന്നെയാണ് വേണ്ടത്. ഇവിടെ നമ്പർ ഓഫ് റോസ് 5 ആയിട്ടുണ്ടെന്നുള്ളൂ. നമുക്ക് കൊടുത്താൽ 5 റോസിൽ കിട്ടും. അയ്യോ 5 കൊടുത്തില്ല. ഓക്കെ, 5 റോസിൻ്റെ വന്നിട്ടുണ്ട്. 5 റോസുകളോട് ഈ നമുക്കിത് മാറ്റിയിട്ട് പെർസെൻറ്റേജ് എന്തെങ്കിലും കൊടുത്താൽ നമുക്കത് കിട്ടും. അതായത് ഇത് 1, ഇത് 1, 2, ഇവിടെ 1, 3 ഇല്ല, 2, ഇവിടെ 2 ഉണ്ട് എന്ന് വിചാരിക്കും. 1, 2, 3, 1, 2, 3, 4, 1, 2, 3, 5 ആ ഒരു വിധത്തിൽ 1, 1, 2, 1, 2, 3, 1, 2, 3, 4, 1, 2, 3, 4, 5 ഇത് ഇവിടെ പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ജെ അല്ലേ. ഇവിടെ നടുക്കൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കും ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ജെ അല്ലേ പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് t, ജെ കൊടുത്താൽ നമുക്ക് വേണ്ടത് ഇവിടെ കിട്ടും. ഓക്കെ, അതായത് നമ്മൾ വിചാരിച്ച കോഡ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഹോളോ പ്രിൻ്റ് ആക്കണം. അത് ഇവിടെ -5 ഒന്നും വേണ്ട. ഇവിടെ st എന്ന വേരിയബിളിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ ഹോളോ ആക്കുന്ന പരിപാടി. അത് ഈ ഇഫിൻ്റെ ഈ നമ്പർ പ്രിൻ്റ് ചെയ്യുന്നിടത്തല്ലേ നമുക്ക് മാറ്റേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷൻ കൊടുത്താൽ മതി. അതായത് ഇത് ഈ 1 ഒക്കെ പ്രിൻ്റ് ആകുന്ന ഇത് ഫസ്റ്റ് റോ അല്ലേ, അല്ല ഫസ്റ്റ് കോളല്ലേ ഇതൊക്കെ. അതായത് ഒരു സ്ക്വയർ ആക്കി എടുത്താൽ ഫസ്റ്റ് കോളല്ലേ ഇതല്ലോ. ഓക്കെ, ഇത് ഫസ്റ്റ് കോളം. അപ്പോൾ ഫസ്റ്റ് കോളം പ്രിൻ്റ് ആവണം. അതായത് ജെ ഇട്ട് 1 ആകുമ്പോൾ പ്രിൻ്റ് ആവണം. ഫോർ ഈ ഒരു റോവാനൊക്കെ പ്രിൻ്റ് ആവണം. അതായത് ഇത് ഈ ഒരു റോ ആണ്. അതായത് ISI എന്നാകുമ്പോൾ പ്രിൻ്റ് ആവണം. ഓക്കെ, ഇനി ഈ ഒരു ഇൻക്ലൈൻഡ്, അതായത് ഡിക്രീസിങ് സ്ലോപ്പ്, ഈ കുറഞ്ഞു വരുന്ന സ്ലോപ്പ്, ഓക്കെ, അത് പ്രിൻ്റ് ആവണം എനിക്ക്. അതായത് ഡിക്രീസിങ് സ്ലോപ്പിനെ ഞാൻ ആദ്യത്തെ ഏരിയ പറഞ്ഞിരിക്കുമ്പോൾ j ആകുമ്പോൾ പ്രിൻ്റ് ആവണം. ഇപ്പം നമ്മൾ കൊടുത്താൽ ഇങ്ങനെ ഒരു സാധനം. ഇത് 1 ഒക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ 1, 2, 3, 5 കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇതൊരു ഓർഡർ ഇല്ലാതെ വന്നു, അതായത് ഹോൾ ഇവിടെ പ്രിൻ്റ് ആയിട്ടില്ല. ആ ഹോള് നമുക്ക് വരുത്തിക്കണമെങ്കിൽ ജസ്റ്റ് എൽസിൻ്റെ അകത്ത് രണ്ട് സ്പേസ് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞു തന്നിരുന്നു, ഇവിടെ വീഡിയോ രണ്ട് ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ക്യാരക്ടർ കൊടുക്കാം. അതായത് ഇവിടെ ഒരു പെർസെൻറ്റേജ് ടീയും സ്പേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇവിടെയും കൊടുക്കാനുണ്ട്. അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക ഞാൻ കാണിച്ചു തന്നേക്കാം. ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ വരും, സ്പേസും കൊണ്ടുവരും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ടുണ്ട്. ഇപ്പം 10 മിനിറ്റിലേക്ക് വീഡിയോ എത്തിയിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, ഇന്നത്തെ അത് ഫസ്റ്റ് പാർട്ട് വീഡിയോ അവസാനിക്കുന്നു. രണ്ട് ക്വസ്റ്റ്യൻ എഴുത്താണ് ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ ബാക്കി നമുക്ക് ചെയ്യാം.